ചിന്തിച്ചെങ്കിൽ എവിടെ എത്തിയാണ് ഇതൊന്നുമില്ല. ഞാനിപ്പോൾ ജീവിക്കണ ജീവിതം തന്നെയാണ് ഏറ്റവും ഹാപ്പിനെസ്, സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ പറയല്ലേ, ഞാൻ അന്ന് തിരുവനന്തപുരത്ത് നാട് വിട്ട് വന്ന എന്തിനായിരുന്നു അല്ലേ, ഇവിടെ കച്ചവടമൊക്കെ ചെയ്യും. ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കണേ. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ കാണുന്ന ഈ പ്രേക്ഷകർ, എന്നെ കാണാനോ പ്രേക്ഷകരോട് സംസാരിക്കാനും യോഗ്യതയില്ല, അലക്സാറിനോട് ഇടപഴകാനോ മാഡത്തിനോട് ഇടപഴകാനോ യോഗ്യതയില്ല. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കണത് ഇൻ്റർവ്യൂ ആയിട്ട് വന്നേക്കണേ. ഇതേ സിറ്റിയിൽ പണ്ട് വന്നത് ഇവിടെ പേഴ്സും പേനും വിൽക്കാനും നാട് വിട്ട് ഒളിച്ചോടി വന്നേക്കണേ. ഇതാണ് യൂണിവേഴ്സിൻ്റെ മിറാക്കിൾ. ഈ മിറാക്കിൾ സംഭവിക്കും നമ്മളങ്ങോട്ട് സറണ്ടർ ആക്കിയാൽ മതി, ഇല്ലാണ്ടാക്കിയാൽ മതി. നമുക്ക് പല കഴിവുണ്ട്, അതുണ്ട്, ബുദ്ധിയുണ്ട്, ഇതൊന്നും ഉപകരിക്കില്ല. ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് പോകണം. ജീവിക്കുമ്പോൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക. ജീവിതത്തിലെ ഒരുപാട് പരാജയങ്ങളാണ് സാറിന് ഈ ഒരു യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സാറ് പറയുന്നുണ്ട് ബിസിനസ് മെൻറ്ററാണെന്നുള്ളത്. അപ്പം ബിസിനസ്സിൽ തകർന്ന ഒരു വ്യക്തിയാണ് മറ്റുള്ളവരെ മെൻറ്റ് ചെയ്ത് മാറ്റിയെടുത്തത്. അപ്പം ഇത്രയും ആൾക്കാർക്ക്, ഒരുപാട് ബിസിനസ്സുകാർക്ക് സാറ് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അവരെ ട്രെയിൻ ചെയ്യിച്ച് അവരുടെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ട്രെയിനിങ് എടുത്തവർ ഇപ്പോഴും, അതായത് ഇപ്പം 6 മാസമാണ് സാറ് പരിധി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടും കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുന്നവരുണ്ട്. അപ്പം അതിലൊക്കെ കൂടെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഇത്രയും ജീവിതാനുഭവങ്ങൾ കിട്ടിയത് ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യാൻ ആയിരിക്കും അല്ലേ? ആ അനുഭവങ്ങളാണല്ലോ നമ്മളെ ഇത്തരത്തിലേക്ക് പഠിപ്പിച്ചെടുത്തത്. അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലാണ് സാറിന് ഈ ഒരു യൂണിവേഴ്സൽ പവർ ട്രെയിനിങ് ആ ഒരു ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് ഇന്നതൊക്കെ ചെയ്ത് കൊടുക്കണം, അപ്പോൾ ഞാൻ അതിനൊന്ന് പവർഫുൾ ആക്കണം, അപ്പോൾ ഈ നെഗറ്റീവ്സ് എല്ലാം മാറ്റി വെച്ച് നെഗറ്റീവ്സിനെ പോസിറ്റീവാക്കി മാറ്റി എങ്ങനെയാണ് അതിലേക്ക് വന്നത്? ഓക്കെ, ഇതെന്താണെന്ന് പറഞ്ഞാൽ 7 വർഷം മുമ്പാണ് ഞാൻ ഒരു 100% ഞാൻ ഈ യൂണിവേഴ്സൽ എനർജി, അതായത് ബെന്നി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ബോഡി, ബുദ്ധി, അതൊന്നും അതിനേക്കാൾ നമ്മളുടെ പവറിനെ കോൺസെൻട്രേറ്റ് ചെയ്യണ ഒരു ലൈഫ് സ്റ്റൈലോട്ടായത്. കാരണം അവിടെ സറണ്ടർ ആവുക എന്ന് പറയുന്നത് നമ്മളുടെ അയ്യും അഹങ്കാരവും ഞാനും ബെന്നി എന്ന് പറയുന്ന ആളെല്ലാം പൂർണ്ണമായിട്ടും മൈൻഡിൽ നിന്ന് പോകണം. അത് നമ്മളൊരു എനർജിയാണെന്നും അല്ലെങ്കിൽ നമ്മളൊരു സോളാണ്. ആ സോളിനെ തിരിച്ചറിയുക, ആ ആത്മാവ്, നമ്മൾ മനുഷ്യർ വിളിക്കുന്ന പേരുകളാണ് ഇതൊക്കെ, മനുഷ്യരിട്ട പേരുകളാണ്. ഈ ഒരു എനർജിയാണ്, എല്ലാ മനുഷ്യരിലും ഈ എനർജി ഉണ്ട്. ഈ എനർജിനെ തിരിച്ചറിഞ്ഞിട്ട് ആ എനർജിനെ ജഡ്ജ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റൈലോട്ട് പോകണം എന്നുള്ളൊരു രീതിയിലോട്ടായി ഞാൻ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, നെഗറ്റീവ് എനർജി വരുന്ന സോഴ്സുകൾ അത് ചുറ്റിലും നമുക്കുണ്ട്. നെഗറ്റീവ് എനർജി, ഈ നെഗറ്റീവ് എനർജിനെ വരുന്ന സോഴ്സുകളെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റണം. ആ നെഗറ്റീവ് എനർജി നമ്മളെ മനസ്സിനെയോ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് സക്സസ്സിൽ സ്റ്റേബിളായിട്ട് പോകാൻ പറ്റും. ഇന്ന് നമ്മൾ സക്സസ് ആയിട്ടുള്ള പലരും കാണുമ്പോൾ അവർ ഇതുപോലത്തെ ഇത് ട്രെയിനിങ് ഒന്നും അറ്റൻഡ് ചെയ്തൊന്നായിരിക്കില്ല, പക്ഷേ അവരുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ ഞാൻ പറയണ പോലെയാണ്. കാരണം ഞാൻ അങ്ങനത്തെ പല ബിസിനസ്സുകാരെയും സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരൊക്കെ ഓട്ടോ കറക്ഷനിൽ ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈലായിട്ടുണ്ട്. കാരണം അവർക്ക് ചുറ്റുവട്ടത്തുള്ള ഈ നെഗറ്റീവ്സിൻ്റെ പുറകെ പോകാത്ത രീതിയിലായി. ഇപ്പം നോക്കി, നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ നോക്കി, അയാൾ അധികം സംസാരിക്കുന്ന ആളായിരിക്കില്ല. കാരണം അയാളുടെ ബിസിനസ്സിൽ അയാൾ ഭയങ്കര ബിസി ആയിരിക്കും. പക്ഷെ നമ്മൾ ധരിക്കണത് അയാൾ ബിസിനസ്സിൽ ബിസി ആയപ്പോൾ അങ്ങനെ ആയിരുന്നു. പക്ഷെ അയാൾ ബിസിനസ്സിൽ ബിസി അല്ലാത്തപ്പോഴേ അയാൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആവില്ല. സംസാരിക്കണം, ആവശ്യത്തിനെല്ലാം വേണം. പക്ഷെ ഇന്ന് ഇപ്പം ദൈവം മനുഷ്യർക്ക് സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തേക്കണം, ആശയവിനിമയം നടത്താനാണ്. പക്ഷെ ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യണം ഈ സംസാരിക്കാനുള്ള കഴിവിന്. എല്ലാം ആപ്റ്റാണ് രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഭാഗം ക്ലിയറായി. അപ്പോൾ മേഡം ചോദിച്ച പോലെ നമ്മൾക്ക് ഈ ചുറ്റിനും നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് എനർജിനെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മളുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ലൈഫ് സ്റ്റൈലിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആർജിക്കുന്നു. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ എനർജി, അതായത് നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ പ്രപഞ്ചശക്തിയാണ്. നമ്മളൊരു പ്രപഞ്ചശക്തിയാണ് എന്നുള്ളൊരു സത്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് കൈകെട്ടാണതും എല്ലാ മനുഷ്യരിലും ദൈവത്തിനെ കാണാൻ പറ്റണം. ആദ്യം സാറ് തന്നെയാണ് പരീക്ഷിക്കുന്നത്. ഞാൻ ഇങ്ങനെ എൻ്റെ സ്വഭാവം മാറ്റി, അല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ ആയിരിക്കണം, ഞാൻ കുറച്ചുകൂടെ ഡിസിപ്ലിൻഡ് ആവണം, കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം, അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തു ആ സമയത്ത്? തീർച്ചയായിട്ടും അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഞാൻ ആർജിക്കാത്ത ഒരു സാധനവും ഞാൻ ഇന്ന് ട്രെയിൻ ചെയ്യണില്ല. ഞാൻ ആർജിച്ച ബിസിനസ്, ഞാൻ പറയില്ല, ബിസിനസ്സിൽ ആദ്യം ഞാൻ ഡെവലപ്പ് ചെയ്തു. ഇന്ന് എൻ്റെ ബിസിനസ് സ്റ്റേബിളാണ്, ഡെവലപ്പാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ബിസിനസ്സിൻ്റെ പുറകെ 24 മണിക്കൂർ അതിൻ്റെ ഫോൺ കോൾ അറ്റൻഡേലും ഒക്കെ ഞാൻ മാനേജ്. ഇന്ന് എനിക്ക് അതിനൊരു ലേഡിയുണ്ട്, ഒരു വർക്കിംഗ് പാർട്ണർ വെച്ചേക്കണം, ഞാൻ ഒന്നും പറയേണ്ട, അവരെല്ലാം മാനേജ് ചെയ്യും. അതെൻ്റെ ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടാണ്. എന്ന് അഹങ്കരിച്ച് പറയണമല്ലോ, അത് ഞാൻ താഴ്മയോട് പറയണത് ആ ഒരു രീതിയിൽ ഏതൊരാൾക്കും ആകാൻ പറ്റും. അപ്പം ഞാൻ ആയതാണ് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇനി മാഡം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവ് ഇതാണ്. അതായത് എങ്ങനെ അതിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് അനുഭവിച്ചു, ഈ എക്സ്പീരിയൻസ് ജീവിച്ചു. പക്ഷേ ഇത് മറ്റുള്ളവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കണമെന്നൊന്നും ഞാൻ എൻ്റെ ചിന്തയിലുണ്ടായില്ല. കാരണം ഞാൻ ആർജിച്ചതിൽ ഞാൻ ജീവിക്കുക, അതുകൊണ്ട് ആൾക്കാരുടെ ഇതാക്കണം നോക്കി എൻ്റെ ഇതാക്കണം, ഞാൻ എൻ്റെ കാര്യം ചെയ്താൽ മതി എന്നുള്ള ചിന്തയിലായി. ആ ചിന്തയെന്ന് പറഞ്ഞാൽ കോവിഡ് വന്ന സമയമാണ്. ആ കോവിഡ് വന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും എനിക്ക് ഇത്രയും ബിസിനസ് ഡെവലപ്പ് ആയെങ്കിൽ പോലും എല്ലാ ആൾക്കാരുടെയും ബിസിനസ് ബ്രേക്കാം. അപ്പോൾ മാഡം ചോദിച്ചതിന് ഉത്തരത്തിലേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വരുമാനമില്ല, ഒന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുമോ എന്നുള്ളതിൽ നിൽക്കണം. അന്നേരം ബാങ്ക് ലോൺ പെൻഡിങ്, അങ്ങനെ സ്വന്തം വീടൊക്കെ വെച്ചേക്കുന്ന ലോണൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു,
അത് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ മാറി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മീൻ കച്ചവടം ചെയ്താൽ നല്ല ഡെവലപ്പായിരിക്കും. അപ്പോൾ അവന് അവിടെ നിന്ന് മറ്റേ ഏതൊരു ഇത് പറഞ്ഞു മീൻ സ്ഥലം ഉറക്കണല്ലോ, അവിടെ നിന്ന് മീൻ കിട്ടും, ഹോൾസെയിലായിട്ട് കിട്ടും, നല്ല ലാഭത്തിന് നമുക്ക് വിൽക്കാം. ബെന്നി റെഡിയാണെന്ന് ചോദിച്ചു. ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായി. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ട്രെൻഡായി. എല്ലാവരും വെറുതെ ഇരിക്കണമല്ലോ വീട്ടിൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇടുന്നവരെ എന്നോട് എൻ്റെ ഒരു പരിചയമുള്ള പറഞ്ഞു, ബെന്നിക്ക് കുറേ കാര്യങ്ങൾ അറിയാലോ, ബെന്നി വെറുതെ ഫോണിൽ വീഡിയോ ഇടും, എല്ലാവരും ഇടണം, ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, ഇങ്ങനെ എന്തെങ്കിലും ടിപ്പൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് ടിപ്പ് ഇട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെങ്കിലും കയറി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ആവും. ഇങ്ങനെ കുറേ ഒരു ചെറിയൊരു ടോപ്പിക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, വെറുതെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് വലിയ അതിനൊന്നും ഫോക്കസ് ചെയ്തിട്ടില്ല. എല്ലാവരും ചെയ്യണം, ഞാനും ചെയ്യുന്ന പോലെ വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഉണ്ടായുള്ളൂ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവന് മീൻ കച്ചവടം പറഞ്ഞു. ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലേ, എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്തായി, യൂണിവേഴ്സിനെ ജഡ്ജ് ചെയ്യുന്ന രീതിയായി. ആ ട്രാക്കിലാണ് ഞാൻ നിൽക്കണം. അപ്പോൾ ആ ട്രാക്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അതെങ്ങനെ കയറാമെന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് പ്രാക്ടിക്കലാക്കി എടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകുമ്പോൾ ഞാൻ മീൻ കച്ചവടം ചെയ്യാൻ പോകും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞ് ഓക്കെ അങ്ങനെ പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിക്കുക, കാരണം ഷെഡ് പോലെയൊക്കെ കെട്ടണമെങ്കിൽ സാങ്ഷൻ എടുക്കണം. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്ത് നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്ത് ടെമ്പററി തന്നെ അടിച്ചു മാറ്റാവുന്നതിന് ചെയ്യാമെന്നുള്ളതിൽ അവിടെ ചോദിച്ചാൽ പറഞ്ഞ് ഡ്രസ് വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വല്ല ഷീറ്റ് വലിയ ഫീലുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ മൂഡ് ഔട്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഒരാളുടെ കോൾ വരുന്നത്. അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, സാറിന് എനിക്ക് ഗൈഡൻസ് തരാൻ പറ്റും. ഞാൻ എന്ത് ഗൈഡൻസ്? അല്ല സാറ് ഇപ്പോൾ ഇങ്ങനെ ക്ലാസ് പോലെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഞാൻ ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നി സാറ് എനിക്ക് ഗൈഡൻസ് തന്ന് എനിക്ക് കുറച്ചും കൂടി സ്ട്രൈറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു കാര്യം, താങ്കൾ നാളെ വിളിക്കുന്നു പറഞ്ഞു, കാരണം ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ ഇയാൾ അടുത്ത ദിവസം പിന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ വിളിച്ചാൽ ഇയാൾ ഒഴിവാക്കാനായിട്ടേ ഇങ്ങനെ പറയാം, 3 മാസത്തേക്ക് 20,000 രൂപ ഫീസ് അടക്കണം, ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും, വെറുതെ പറഞ്ഞു നോക്കാം. അപ്പോൾ അയാൾ പോയിക്കോളും, കാരണം എനിക്ക് മൈൻഡില്ല ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 3 മാസത്തേക്ക് 20,000 രൂപ വരും, ആഴ്ചയിൽ ഒരു ദിവസം ഒരു ക്ലാസ്, താങ്കളത് ഓക്കെ ആണെങ്കിൽ പറയും. ശരി സാർ എന്ന് പറഞ്ഞാൽ ആദ്യം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട്, സാർ ഞാൻ വില്ലിങ്ങാണ്, എത്ര ആദ്യം അടക്കണം? അപ്പോൾ ഞാൻ പറഞ്ഞു 10,000 ആദ്യം അടക്കണം. അതായത് എനിക്ക് ഭയങ്കര മൈൻഡില്ല. അപ്പോൾ ആ സാറിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കും, 10,000 അടച്ച്. അപ്പോൾ എനിക്ക് ഞാൻ കൺഫ്യൂഷനായി, ഞാനിതിപ്പോൾ ഇയാളോട് എന്ത് പറയും? കാരണം ഞാൻ പ്ലാൻഡല്ലല്ലോ. എന്തും വരട്ടെ, അയാൾ വിളിക്കട്ടെ. അയാൾക്ക് ഒരു സമയം കൊടുത്തു. അങ്ങനെ സമയം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അദ്ദേഹം കേൾക്കുന്നുണ്ടാവും. ഇപ്പം അദ്ദേഹം കേൾക്കണ്ടെങ്കിൽ ഞാൻ എവിടെയും പറയാൻ തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ ബെന്നിക്കൊരു ഇതുമില്ല. ഇവിടെ ഇത് യൂണിവേഴ്സ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ഞാൻ പങ്കാളിയായി. എൻ്റെ ക്ലാസ്സിൽ നിന്നൊക്കെ എനിക്ക് പറയാമെന്നേ ഉള്ളൂ. ഒരാൾക്ക് യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ ബെന്നി എന്ന് പറയുന്ന ആളെ ഒരു ടൂളായിട്ട് യൂണിവേഴ്സ് ഈ പ്രപഞ്ചം ഉപയോഗിച്ചു, അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ചു എന്ന് പറയാം. അത്രയും എനിക്ക് പറയാനുള്ളൂ. അയാൾ തുടക്കം ഇട്ടു. അപ്പോൾ അയാൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വായിൽ വന്നത് ഞാൻ ശരിക്കും എന്താണെന്ന് പറയാം. എന്നിട്ട് ഞാൻ എൻ്റെ കഥ പറഞ്ഞു. ഇത് 45 മിനിറ്റ് കൊണ്ട് ക്ലാസ് കഴിഞ്ഞു. അടുത്ത ആഴ്ച വീണ്ടും. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിൽ തന്നെ എങ്ങനെയൊക്കെ അതിൻ്റെ പ്ലാൻഡല്ല, ഇനി താങ്കളുടെ കഥ പറയും ക്ലാസ്സിൽ തന്നെയാണ്. അപ്പോൾ അയാളുടെ കാര്യം പറഞ്ഞു. അത് തീർന്നില്ല, അടുത്ത ആഴ്ച കൂടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്നുള്ളതാണ് എൻ്റെ വായിൽ വന്നത്. അതിന് പിന്നെ ഓരോ മെത്തേഡ്സ് ഞാൻ എന്തൊക്കെ ചെയ്ത് ജീവിതത്തിലാകാൻ അത് തന്നെ എൻ്റെ വായിൽ നല്ല ഫ്ലോയിൽ തന്നെയാണ്. പിന്നെ അതിൽ വ്യക്തമായ ലക്ഷ്യം വേണമെന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിന് 10 സെക്ഷൻ പോകുമെന്ന് ഞാൻ പറയാൻ കാര്യം അയാൾക്ക് 10 സെക്ഷൻ പോയി ആദ്യമായിട്ട് വന്നപ്പോൾ. പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ 10 സെക്ഷൻ പോകണം. അങ്ങനെ ഏത് വഴിയിലൂടെയാണ് ഈ യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എനർജി എന്നെ കൊണ്ടുപോയത്, അതിൻ്റെ പുറകെ ഞാൻ പോയി. അല്ലാണ്ട് ബെന്നി എന്ന് പറഞ്ഞ ആൾ മുമ്പേ പോയില്ല. അങ്ങനെ പോയി എനിക്ക് അത്ഭുതം തോന്നിയത് 2ാമത്തെ ആഴ്ച 3 പേര് തന്നെയാണ് എൻക്വയറി. ആരോ പറഞ്ഞു വിടണ പോലെ, മനസ്സിലായോ? സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിക്കണം. അപ്പോൾ സാർ ക്ലാസ് എടുക്കുന്നുണ്ടോ? അപ്പോൾ നോണ പറയണ്ട, ഞാൻ എടുക്കണ്ടല്ലോ, ഒരാളുണ്ടല്ലോ. ഞാൻ എടുക്കുന്നുണ്ട്. എത്ര ഫീസ്? ഇതേ ഫീസ് തന്നെ അടിച്ച്. അങ്ങനെ വന്ന് അടുത്ത ആൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ മറ്റവൻ വന്ന്, അതെ ഞാൻ അവിടെ ഷെഡിന് സ്ഥലമില്ലെന്ന് പറഞ്ഞു. മീൻ കച്ചവടം ഷെഡിന് സ്ഥലമില്ലെന്ന് പറഞ്ഞു. നമുക്ക് കടമുറി ഇടാൻ മാർഗമുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ തോന്നി, യൂണിവേഴ്സ് എന്നോട് എനിക്ക് അനുഭവത്തിൽ തന്നത് നീ മീൻ കച്ചവടം ചെയ്യേണ്ട, ഈ ക്ലാസ് എടുക്കണമെന്നല്ലേ ശരിക്കും. ഞാൻ അല്ലെങ്കിൽ മീൻ കച്ചവടം ചെയ്യാൻ പോയപ്പോൾ അവിടെ ബ്ലോക്ക് വന്നു, ഇവിടെ ഓപ്പൺ പോയി. അപ്പം ഞാൻ ശരിക്കും ഇനി മീൻ കച്ചവടം ചെയ്യാൻ പോകും. അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. കാരണം ഇത്ര സൈൻ കാണിച്ചു തന്നു. ഈ സൈൻ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കണം? നമ്മളൊരു കാര്യത്തിന് പുറപ്പെടാൻ പോകുമ്പോഴത്തേക്കും അത് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ അതിൽ പോവാം. ബ്ലോക്ക് തന്നെയാണെങ്കിൽ പോകണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ആ റേഞ്ച് ആകണമെങ്കിൽ കുറേ കടമ്പോൾ പാസ്സാണ്. അല്ലാണ്ട് പ്രശ്നത്തിലിരിക്കുന്ന ഒരാൾ അവിടെ ബ്ലോക്ക് വന്നു അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അത് റോങ് ആയിരിക്കും. ആ ബ്ലോക്ക് മറികടന്ന് പോകണമായിരിക്കും അയാളുടെ ആദ്യത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റെപ്പ്. അതൊക്കെ കുറേ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അത് ജഡ്ജ് ചെയ്യുന്ന അവസ്ഥയാകുമ്പോഴേ ഇത് നടക്കുള്ളൂ എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇവനോട് പറഞ്ഞു, മോനെ ഞാനിപ്പോൾ തൽക്കാലത്തൊക്കെ നമുക്ക് ചെയ്യണ്ട, ഞാനിപ്പോൾ വേറൊരു ഇതിലാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് തോന്നുന്ന ഒരു 6 മാസത്തിനുള്ളിൽ പിന്നെ ഗൾഫ് മലയാളികൾ വീണ്ടും തന്നെയാണ്. അങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറയണം. ആദ്യം നിന്നാണ് എനിക്ക് ഈ മെൻഡർ എന്നുള്ള വേടൊക്കെ വന്നെ. അല്ലാണ്ട് ഞാനിപ്പോഴും പറയുന്ന വേണ്ട എനിക്ക് വലിയ നോളജ് ഇല്ല. ഇങ്ങനെ പറഞ്ഞു,
സാർ എൻ്റെ മെൻറ്ററാവോ ജീവിതകാലം മുഴുവനും? ഞാൻ പറഞ്ഞു ജീവിതകാലം മുഴുവനും അല്ല, ഞാനൊരു ബിസിനസ്സുകാരാണ് ഗൾഫിൽ, 100 രാജ്യങ്ങളിലാണ് എൻ്റെ ബിസിനസ്. അപ്പോൾ സാർ എൻ്റെ ഇതാണ്. ഞാൻ പറഞ്ഞു അത് എനിക്ക് പറയാൻ പറ്റില്ല, ജീവിതകാലം മുഴുവനാകാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഞാൻ ചെയ്യണത് പറയാം. അങ്ങനെ ചെയ്ത് 1 മാസം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു സാറിൻ്റെ ഒരു ഓഫ്ലൈൻ ക്ലാസ് എനിക്ക് വേണം. ഞാൻ പറഞ്ഞത് 6 മാസമെങ്കിലും നമ്മളുടെ ഇത് കഴിയട്ടെ, ഒരു മൈൻഡ് ടോണിംഗ് എന്ന് പറയുന്നത് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടാവും. അങ്ങനെ 6 മാസം കഴിഞ്ഞിട്ട് ആദ്യം ഞാൻ ദുബായിക്ക് പോകണം. ആ ദുബായിക്ക് ചെല്ലുമ്പോൾ പുള്ളിയുടെ കെയർ ഓഫ് തന്നെ അപ്പോഴത്തേക്ക് ഫീസിൻ്റെ റേഞ്ചൊക്കെ മാറി. അതായത് ഇതിന് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല, എക്സ്പെൻസീവാണ്. കാരണം ഞാൻ ചെയ്യുന്ന പേഴ്സണൽ ട്രെയിനിങ്ങാണ്. യൂണിവേഴ്സ് എന്നെ കൊണ്ടുപോയത് ആ ട്രാക്കില്ല. കാരണം എൻ്റെ ക്ലാസ്സിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, 45 മിനിറ്റ് അയാൾക്ക് വേണ്ടി മാത്രം. അവിടെ അയാളെ സെൻസർ ചെയ്ത് സ്കാൻ ചെയ്ത് അയാൾക്ക് വേണ്ട, അയാളെ സ്റ്റഡി ചെയ്തിട്ട് അയാളുടെ ലൈഫ് സ്റ്റൈലിൽ A to Z കാര്യങ്ങൾ, ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് അല്ലേ, അങ്ങനെ അയാളെ കറക്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങാണ്. പക്ഷേ ഇങ്ങനെ മെൻറ്ററായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് കാര്യങ്ങളാണോ സജസ്റ്റ് ചെയ്യുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്നത്, അതെല്ലാം തന്നെ അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. ചിലർക്കുണ്ടല്ലോ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലെ സാർ ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, ഇങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ അവരിങ്ങോട്ട് പല കാര്യങ്ങളും പറയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റി കൊടുക്കുകയാണോ ചെയ്യുന്നത്, അതോ അല്ല നമ്മൾ കുറേ അങ്ങോട്ട് സജഷൻസ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു, താങ്കൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, അങ്ങനെയാണോ പറയുന്നത്? ഇല്ല മേഡം, ഇതെങ്ങനെ അറിയാമോ, ഇത് ഞാനിവിടെ മനസ്സിലാക്കിയത്, ഞാൻ പറയില്ല ഇപ്പോഴും എനിക്കൊന്നും മേന്മ ഭാവിക്കാൻ അവകാശപ്പെടാനില്ല. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വായിന്ന് പറയുന്ന ഓരോ കാര്യവും കുറേ എവിഡൻസുകളുണ്ടാവും പറയണതിന്. അപ്പോൾ അയാളുടെ ബിലീഫ് സിസ്റ്റത്തിലാണ് അത് കയറണം. സംശയം എന്ന് പറയുന്നത് ഇത് വരില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അയ്യോ ഇത് ചെയ്തതൊക്കെ ശരിയാവോ, അങ്ങനെ സംശയം പോയിട്ട് അയാളുടെ കാഴ്ചപ്പാടിലോട്ട് എത്തും ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കണം, ഇയാൾ ഇൻട്രസ്റ്റോടെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഉഴപ്പൊന്ന് നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സപ്പോർട്ടും ബൂസ്റ്റിങ് കൊടുക്കും. ഇങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരാൾ സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നിൽക്കുക, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ കുഞ്ഞായിരുന്നപ്പം നമ്മൾ ഉറക്കത്തിൽ നിന്നും എണീക്കൂല, ആരെ എണീപ്പിക്കണം, അമ്മ എണീപ്പിക്കും ഇല്ലേ. കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ പല്ല് തേക്കൂലായിരുന്നു, അമ്മ നിർബന്ധപൂർവ്വം ചേച്ചി പല്ല് തേപ്പിക്കും. കുഞ്ഞായിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കൂലായിരുന്നു, കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ഡ്രസ്സ് ചെയ്യൂലായിരുന്നു, എല്ലാം നിർബന്ധപൂർവ്വം ശീലിപ്പിച്ച്. അപ്പോൾ ഇവിടെ പേഴ്സണൽ ട്രെയിനിങ്ങിലാണെങ്കിൽ എൻ്റെ ട്രെയിനിങ്ങിലുള്ളത് അവരെ നിർബന്ധിക്കുന്നത് കൊച്ചുകുഞ്ഞിനെ പോലെ നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്കത് ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലോട്ട് ബോധ്യപ്പെടുത്തും. അതായത് നമ്മളിപ്പോൾ പല്ല് തേക്കാണ്ട് ഒരു പബ്ലിക്കിന് മുമ്പിൽ പോയാൽ എന്താ പറ്റണമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. ഇതുപോലെ മൈൻഡിൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ, ബോധ്യം വന്ന രീതിയിൽ കുറേ ഉദാഹരണങ്ങൾ സഹിതം അവരെ പറഞ്ഞ് മനസ്സിലാക്കും. അപ്പോൾ അവർക്ക് ബോധ്യം കിട്ടി. ഞാൻ പറ്റില്ല തൊട്ടപ്പുള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്നേ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയാണ് വന്നത്. അപ്പോൾ താങ്കൾ ഇത് ചെയ്യാണ്ടിരിക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ സംഭവിക്കണം ഇങ്ങനെയാണ്. അതായത് അതിനൊരു ഉദാഹരണം, ഇപ്പോൾ മേഡം ചോദിച്ചുകൊണ്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ മേഡം വെൽ ഡ്രസ്സാണ്, ഞാൻ വെൽ ഡ്രസ്സാണ്, അലക്സ് സാർ വെൽ ഡ്രസ്സാണ്. നമുക്ക് എവിടെ പബ്ലിക്കിൻ്റെ ഇടയിലും ചെല്ലാൻ പറ്റും ഇല്ലേ. ഒരു തുണിക്കടയിൽ കയറാം, മാളിൽ കയറാം, ഹോട്ടലിൽ കയറാം, വേണമെങ്കിൽ വിളിക്കാത്തൊരു കല്യാണത്തിൽ കയറി സദ്യം വേണമെങ്കിൽ വിടാൻ പറ്റും. കാരണം നമ്മൾ വരില്ല. പക്ഷേ ഈ സ്ഥാനത്ത് ഒരു ഭിക്ഷക്കാരൻ, ഞാൻ ഭിക്ഷക്കാരനെ ആദ്യം പറയാനല്ലോ, ഒരു ഭിക്ഷക്കാരൻ്റെ ലുക്ക് എന്ന് പറയുമ്പോൾ നോക്കിയാൽ താടി മൂടിയും വളർത്തി കുളിക്കാത്തൊരു ഇത് ഡ്രസ്സൊക്കെ ഇട്ട് മുഷിഞ്ഞ വർഷം ഇയാൾക്ക് എവിടെയെങ്കിലും ഒരു എൻട്രി കിട്ടുമോ? ആരും കയറ്റൂല. അപ്പോൾ അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷൻ കിട്ടുന്നില്ല. നമ്മൾ വെൽ ഡ്രസ്ഡ് ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷൻ എവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഈ കണക്ഷൻസ് പോസിറ്റീവായിട്ട് വെൽ ഡ്രസ്സ് ആകാൻ കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേഡം കുട്ടിക്കാലത്ത് തൊട്ട് പല കാര്യങ്ങളും ശീലിച്ച്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇന്നെ പറയണ പ്രാക്ടീസിനാണ്. ഈ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങണം. എങ്ങനെ? രാവിലെ കുളിക്കുന്നു, പല്ല് തേക്കണ പ്രാക്ടീസ്, കാലത്ത് എണീക്കണ പ്രാക്ടീസ്, ചായ കുടിക്കണ പ്രാക്ടീസ്, ഡ്രസ്സ് ചെയ്യണ പ്രാക്ടീസ്, ഒരുങ്ങണ പ്രാക്ടീസ്, പെർഫ്യൂം അടിക്കണ പ്രാക്ടീസ്, ഇതെല്ലാം റുട്ടീനായി. ഇങ്ങനെ റുട്ടീനായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഔട്ട് ഇറക്കുമ്പോൾ എവിടെ നമുക്ക് പ്ലസൻ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എവിടെ എൻട്രി ഉണ്ട്. ഇതുപോലെയാണ് ഇന്നർ സൈഡ്. അപ്പം ഞാൻ പറയും, ഈ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ആൾ, സ്റ്റേബിൾ ഇല്ലാത്ത സക്സസ് ആകാത്ത ആൾക്കാർ ഈ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ്. മെൻ്റലി അയാൾ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ്. ആ ഭിക്ഷക്കാരൻ്റെ അവസ്ഥയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള ഈ അമ്മ കുഞ്ഞിനെ പരിശീലിക്കുന്ന പോലത്തെ മെത്തേഡ്സ് നമ്മൾ ആഡ് ചെയ്യും. ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് ഭവിഷ്യത്ത്, ഇപ്പോൾ പല്ലേച്ചില്ലെങ്കിൽ എന്താ ഭവിഷ്യത്തെന്നും, ഞാൻ ഒരാഴ്ച കുളിക്കാണ്ട് ഒരു ഫംഗ്ഷന് പോയാൽ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ബോധ്യം, മൈൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് ബോധ്യം തന്നെ കുറേ മെത്തേഡ്സ് അവരുടെ പൾസ് അറിഞ്ഞ് ആളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി അതിന് ഉദാഹരണങ്ങൾ വരും. ഞാൻ ഇപ്പോഴും പറഞ്ഞു വന്നത് ഇതൊക്കെ ഞാൻ ഭയങ്കര ഇതല്ലേ, ഇതൊന്നും ഭയങ്കര തലപോഞ്ഞ് ആലോചിച്ചിട്ട് വന്നതല്ല, ഇത് ആയിത്തീർന്നതാണ്. ഞാൻ അനുഭവിച്ചു. ഞാൻ പറയേ ഇത്രയും തണ്ടേണ്ട അവസ്ഥയിൽ ഇത്രയും പേരുടെ ആൾക്കാരുടെ തെറിയേക്കണ അവസ്ഥയെന്ന് എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. ആരും ഒരാൾ ക്ലാസ് തരാനില്ല, ആരും പഠിപ്പിക്കാനില്ല. എല്ലാവരും ബെന്നിങ്ങനെ മരിച്ചു പോകാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ്. ഇവനവരുടെ പുറകെ ഇവനെ ഇങ്ങനെ പറയുന്നത്, ഇവനെ നമ്പിയിട്ട് കാര്യമില്ല. കാരണം ഇവൻ വല്ല ആത്മഹത്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാനും കൂടി തൂങ്ങേണ്ടി വരും. അവനോട്ട് അടുക്കാണ്ടിരിക്കണമല്ല, കാരണം അവൻ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ വേണ്ടിയുള്ളവനാണ്. ഈ രീതിയിലാണ് എന്നെ അറിയപ്പെട്ടിരുന്നത് ആ സമയത്ത്. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് ഒന്നില്ലെങ്കിൽ ഞാൻ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം, ഒന്നില്ലെങ്കിൽ നാട്ടുകാർ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ചാവും. അല്ലേ? ചാകല എന്തായാലും ഉറപ്പാണ്. അതിന് ഞാനൊരു ചെയ്യാൻ വേണ്ടത് ഞാൻ ചാകണം അങ്ങോട്ട് വേണം നോക്കാം. അതേസമയം ഈ മനുഷ്യർ കൊല്ലണത് അങ്ങോട്ട് അവർ വേണമെങ്കിൽ കൊല്ലണ്ടേ. അപ്പം കൂടി ഞാനിപ്പം ഇങ്ങനെ പറയാൻ തുടങ്ങി, കാശ് കൊടുക്കാനുള്ളവർ ചൂടാകുമ്പോഴേ
ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ജീവിക്കണത് ആത്മഹത്യ എന്നുള്ള മൈൻഡൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ ഞാൻ വിട്ട്. എന്തിനാണ് പറഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെയൊക്കെ പൈസ ഉണ്ടോ എന്നുള്ളത്. പിന്നെ എപ്പോൾ തന്നെ ഏത് ഡേറ്റിൽ തരാമെന്ന് പറയാൻ പറ്റുന്ന അറിയാം. 200 പേർക്ക് കൊടുക്കാനുള്ള ഇപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ തീർന്നാലേ പറ്റുള്ളൂ. എല്ലാവരും കൊടുക്കാനുള്ള പൈസ എനിക്കില്ല. പിന്നെ ഞാൻ പറയണ വിശ്വാസമില്ല ചേട്ടനൊരു കാര്യം ചെയ്യും, പറ്റുമെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ വല്ല കൊട്ടേഷൻ കൊടുത്തിട്ട് എൻ്റെ കൈയും കാലും തല്ലി പിടിച്ച് നോക്കും. അപ്പോഴും ഞാൻ കാശ് തന്നെയാണെങ്കിൽ നിങ്ങളെ പറ്റിക്കണമായിരുന്നു. എന്നിട്ട് ഞാൻ കാശ് തന്നില്ലെങ്കിൽ ഇല്ലാണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇല്ല. കാരണം ഇതിനെ ഫേസ് ചെയ്യാന്നുള്ള മൈൻഡ്. അപ്പം ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്നുള്ള ഉറപ്പ് തെളിവ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാ നിങ്ങൾ വിജയിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. പക്ഷേ ആ വിജയിക്കണമെങ്കിൽ ആ പ്രശ്നങ്ങളുടെ അപ്പുറത്തോട്ട് സഞ്ചരിക്കണം, പ്രശ്നങ്ങളെ ഫേസ് ചെയ്യണം. കാരണം ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറ്റുമെന്ന് അറിയാമോ? നാണക്കേടിനെ ഫേസ് ചെയ്യും, വിലയില്ലാണ്ടാവും, തൊലി ഉരിയും, എല്ലാവരും ഇൻസൾട്ട് ചെയ്യും, ഒറ്റപ്പെടും, ദുഃഖത്തിലാവും, മരിച്ചാലാന്ന് ചിന്തിക്കും. ഇതെല്ലാം വന്നിട്ട് നിങ്ങൾ അതിനെ മറികടന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് നിങ്ങൾ സക്സസിൻ്റെ ട്രാക്കിൽ നിൽക്കും. പക്ഷെ അത് മറികടക്കാനുള്ള എല്ലാ വിദ്യകളും എല്ലാ എക്സ്പീരിയൻസും എൻ്റെ ക്ലാസ്സിലുണ്ടാവും. കാരണം ഞാൻ അനുഭവിച്ചതാണ് മറ്റുള്ളവരിലേക്ക് പകരണം. അത് എൻ്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞു തരാൻ എനിക്കറിയില്ലായിരുന്നു. മാഡം ചോദിച്ച പോലെ ഇതായി തീർന്നതാണ്. ഒരു ഗുരു ഉണ്ടാകുന്ന ചോദിച്ചാൽ എൻ്റെ ഗുരു യൂണിവേഴ്സാണെന്ന് പറയും. കാരണം എനിക്ക് അനുഭവത്തിലൂടെ യൂണിവേഴ്സ് കാണിച്ചു തന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ നോളജൊന്നുമില്ല. ഞാൻ പിന്നെ പോലെ കോമൺ സൈക്കോളജി രാജമാഷിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, മെസ്മറിസം പഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടാണല്ലോ ബിസിനസ് ചെയ്തു, എന്നിട്ട് തകർന്നു പോയില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അകത്തിരിക്കുന്ന പവറിനെ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യലാണ് ശരിക്കും എൻ്റെ ട്രെയിനിങ്. ഈ ട്രെയിനിങ് ഇതെല്ലാം എല്ലാ മനുഷ്യരിലും ഉണ്ട്. പക്ഷേ നിങ്ങൾ അനുഭവം കൊണ്ടൊക്കെ പഠിച്ചു വരുമ്പോൾ എന്നെപ്പോലെ 50 വയസ്സാവും. 18 വയസ്സിൽ ബിസിനസ് തുടങ്ങിയാണ്. 18 വയസ്സിൽ ബിസിനസ് തുടങ്ങിയ ആൾ സ്റ്റേബിളായെന്ന് ഞാൻ മനസ്സറിഞ്ഞ് എനിക്ക് പൂർണ്ണ സംതൃപ്തിയോടെ എല്ലാ ദിവസവും സുഖമായി ഉറങ്ങുന്ന അവസ്ഥ ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് 7 കൊല്ലം മുമ്പ് ആ എക്സ്പീരിയൻസ് ആയിട്ട് 45 വയസ്സായപ്പോഴാണ് ഞാൻ ആ സ്റ്റേബിളായെന്ന് പറയുന്നത്. 50 വയസ്സുണ്ട്. അത് 5 കൊല്ലോടെ ഞാൻ സ്റ്റേബിളാണ്. എനിക്ക് വളരെ റിലാക്സ് ആയിട്ട് പറയാം, ഞാൻ ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. ഭാവിയെക്കുറിച്ചാണ്, കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ചുള്ള നഷ്ടബോധം, ഞാൻ പഠിച്ചിരുന്ന ചിങ്കിയപ്പെട്ട് എത്തിയാൽ ഇതൊന്നുമില്ല. ഞാനിപ്പോൾ ജീവിക്കണ ജീവിതം തന്നെയാണ് ഏറ്റവും ഹാപ്പിനെസ്, സന്തോഷമായിട്ടിരിക്കണം. ഞാൻ പറഞ്ഞേ ഞാൻ അന്ന് തിരുവനന്തപുരത്ത് നാട് വിട്ട് വന്ന എന്തിനായിരുന്നു അല്ലേ, ഇവിടെ കച്ചവടമൊക്കെ ചെയ്യും. ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കണേ. ഞാൻ ഇപ്പോഴും പറയുന്നു, എന്നെ കാണുന്ന ഈ പ്രേക്ഷകർ എന്നെ കാണാനോ പ്രേക്ഷകരോട് സംസാരിക്കാനും യോഗ്യതയില്ല, അലക്സാറിനോട് ഇടപഴകാനോ മാഡത്തിനോട് ഇടപഴകാനോ യോഗ്യതയില്ല. പക്ഷേ ഇന്ന് ഞാൻ വന്നിരിക്കണത് ഇൻ്റർവ്യൂ ആയിട്ട് വന്നേക്കണേ. ഇതേ സിറ്റിയിൽ പണ്ട് വന്നത് ഇവിടെ പേഴ്സും പേനും വിൽക്കാനും നാട് വിട്ട് ഒളിച്ചോടി വന്നേക്കണേ. ഇതാണ് യൂണിവേഴ്സിൻ്റെ മിറാക്കിൾ. ഈ മിറാക്കിൾ സംഭവിക്കും നമ്മളങ്ങോട്ട് സറണ്ടർ ആക്കിയാൽ മതി, ഇല്ലാണ്ടാക്കിയാൽ മതി. നമുക്ക് പല കഴിവുണ്ട്, അതുണ്ട്, ബുദ്ധിയുണ്ട്, ഇതൊന്നും ഉപകരിക്കില്ല. ഒരിക്കലും നമ്മൾ ഇവിടെ നിന്ന് പോകണം. ജീവിക്കുമ്പോൾ ആദ്യം നമ്മളെ സ്നേഹിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കുക ഫസ്റ്റ്. അതിനുശേഷം ആ ജീവിതത്തിനൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആപ്റ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ചെയ്യുക. കാരണം കണ്ട ആൾക്കാരെല്ലാം നമ്മൾ ഇടപഴകി സംസാരം നല്ലതായിരിക്കും, പക്ഷേ ആസ്ഥാനത്താണെങ്കിൽ റിസൾട്ട് നെഗറ്റീവ് തന്നെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഈ ഒരു അനുഭവം ഞാൻ പഠിച്ചിട്ട് ഞാനിപ്പോൾ ഈ മാഡം പറഞ്ഞ പോലെ അപ്പോൾ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിലോട്ട് ആയ സിസ്റ്റം മനസ്സിലായില്ലേ. ഇനി അടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ പേഴ്സണലാണ് പറഞ്ഞത്. 2 മാസം മുമ്പ് ഗ്രൂപ്പ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. കാരണം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഈ എൻക്വയറി വരും, ഈ വീഡിയോ കണ്ടിട്ടോ അല്ലാണ്ടൊക്കെ. അപ്പോൾ സാറ് ഇങ്ങനെ ബിസിനസ്സുകാരും മെൻറ്ററാണ്, സാറ് ചെയ്യണത് ഇത്ര എക്സ്പെൻസീവാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എന്താ ചെയ്യണം? സാറിന് സഹായിക്കാൻ പാടില്ല. സാർ ഒരു ഗ്രൂപ്പ് ട്രെയിനിങ് തുടങ്ങി സാറേ, അതാകുമ്പോൾ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഒരു ഫീസ് വെച്ച് കഴിഞ്ഞാൽ കുറേ എണ്ണം ആകുമ്പോൾ സാറിന് ഇത് വരില്ലല്ലോ. ഞാൻ അങ്ങനെ പറയണം, ഇതിൻ്റെ സ്പേസിൽ ഇത്ര ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ചേച്ചിയുടെ കരച്ചിലിൽ നിന്നാണ് അത് വന്നത്. അവർ കരഞ്ഞുകൊണ്ട് വോയിസ് വിട്ടു, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 6 മാസമായി സാറേ. പക്ഷേ സാറിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു ആശ്വാസമാണ്. സാറിനോട് സംസാരിക്കുമ്പോൾ കാരണം അവരാദ്യം ഫോണിൽ സംസാരിച്ചു എന്നോട് 10 മിനിറ്റ് സംസാരിക്കണം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോൾ കുറച്ച് നേരം ഒരു ആശ്വാസമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ട്രെയിനിങ് ഇങ്ങനെയാണ്, അതിപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിങ്ങനെ കൺസെഷനൊക്കെ കൊടുത്തിട്ട് പേഴ്സണൽ ട്രെയിനിങ് ചെയ്താൽ പിന്നെ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ആൾക്കാർ ഇപ്പോൾ തന്നെ ടൈറ്റാണ്. പക്ഷേ ഇവരിങ്ങനെ കരഞ്ഞ് സാറിൻ്റെ പോലെയുള്ള ഒരാളുടെ ക്ലാസ് കിട്ടി എനിക്കൊക്കെ ജീവിക്കാൻ തോന്നിയാൽ. അപ്പോൾ എനിക്ക് എൻ്റെ ചിന്ത വന്നു, പണ്ട് ഞാനിങ്ങനെ ആത്മഹത്യ വേണ്ടി അവർക്ക് ആ ടെൻഡൻസി ആയിരിക്കും. ഞാൻ എന്നിട്ട് ആ ചേച്ചിക്ക് വോയിസ് വിട്ടു. ചേച്ചിനെ പോലെ ഒരു 2-3 പേരും കൂടി ഇങ്ങനെ വിട്ടിട്ടുണ്ടായി ഗ്രൂപ്പ് ട്രെയിനിങ് വന്നു. പക്ഷേ അവരുടെ നമ്പറൊന്നും ഞാൻ സേവ് അല്ല. ഒരു 10 പേര് വന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 10 പേരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 50 പേരായി കഴിഞ്ഞു. ഇതുപോലെ എൻക്വയറി തന്നെ അവരോട് പറയാം, ഞാനിങ്ങനെ ഗ്രൂപ്പ് ട്രെയിനിങ് വാങ്ങി ചെയ്യണം, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഫീസ് എത്രയാണെന്ന് ചോദിക്കണേ, നമ്മളത് പറയാം. അങ്ങനെ ഒരു 10-70 പേരായി കഴിഞ്ഞപ്പോൾ ഞാൻ അനൗൺസ് ചെയ്ത്, നിങ്ങളാരും ഞാൻ പറയണ ഫീസ് തരാൻ പ്രാപ്തിയില്ലാത്തവരായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് എടുക്കാം. പിന്നെ ഈ ട്രെയിനിങ് ഇത്ര മാസത്തെ കോഴ്സെന്ന് ഞാൻ പറയണില്ല. എൻ്റെ കോഴ്സിൽ 6 മാസം ഒരാളുടെ മൈൻഡ് ടോണിങ് എന്ന് ഞാൻ പറയണത് ഞാൻ അനുഭവിച്ചത് അങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ചിട്ടാണ്. പിന്നെ വേറൊരാൾക്ക് ഞാൻ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ചെയ്തപ്പോൾ 6 മാസം കൊണ്ടാണ് അയാളുടെ മൈൻഡ് ഒന്ന് സെറ്റായി വന്നത്. മൈൻഡ് സെറ്റിങ് മാത്രമേ ഇവിടെ ആവുള്ളൂ. ബേസ്, അതായത് ഒരു വലിയ ഒരു 50 നില ഫ്ലാറ്റ് മുകളിലോട്ട് പണിയണമെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ ആദ്യം താഴത്തോട്ടുണ്ടാകും. ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന പണിക്ക് തന്നെ 6 മാസം എടുക്കും. ധൃതി പിടിച്ചാൽ സക്സസ് ആകില്ല. പയ്യെ തിന്ന പനയും തിന്നാന്നാണ്
കാരണന്മാർ പഠിപ്പിച്ചേക്കണം. ആ സിസ്റ്റമാണ് എൻ്റെ ക്ലാസ്. ഇന്ന് വന്ന് നാളെ തന്നെ കുറേ പ്രാക്ടിക്കൽ മെത്തേഡ് ഞാൻ തരില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളുടെ മാറ്റം ഉണ്ടാക്കാൻ പോണില്ല, മോട്ടിവേഷൻ ഉണ്ടാക്കും, രക്ഷപ്പെടുമെന്നൊക്കെ ഒരു കോൺഫിഡൻറ്റ് വരുമെന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ മുകളിൽ ഇതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ രീതിയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ട്രെയിനിങ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിട്ടത് ഇങ്ങനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് അടച്ചുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും ഈ യൂണിവേഴ്സൽ പവർ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം. അഥവാ മാസം ഒരു 100 രൂപ മാസമാണ് ഫീസ്. ക്ലാസ് വീക്കിലി വൺസ് ഓൺലൈനില്ല, 45 മിനിറ്റ്. അഥവാ നിങ്ങൾക്ക് ഫീസ് അടക്കാൻ നിവർത്തിയില്ലാത്തവരാണ്, ഒരു 100 രൂപ പോലും അടക്കാൻ നിവർത്തിയില്ല, ആ 100 രൂപ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കുറേ കാര്യങ്ങൾ കാണാനാണെങ്കിൽ നിങ്ങൾ ഒരു ഫീസ് കൊടുക്കണ്ട, സൗജന്യമായിട്ട് പങ്കെടുക്കാം. ഇത് കുറേ നാൾ കഴിയുമ്പോൾ പൈസ കൂട്ടില്ല, കുറേ നാൾ കഴിയുമ്പോൾ ഫിക്സ്ഡ് ഫീസ് ആക്കില്ല. കാരണം ഞാൻ വന്നത് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒരു ചാരിറ്റി മൈൻഡിലാണ് ഈ ട്രെയിനിങ് ചെയ്യണത്. ഞാനിപ്പോൾ എൻ്റെ ആ വീഡിയോയിൽ ഞാനിങ്ങനെ അനൗൺസ് ചെയ്യാറുണ്ട്, ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ ഇട്ടാൽ മതി. താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട, അപ്പോൾ അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് പേര് സ്ഥലം ഇട്ടാൽ അവർ ഗ്രൂപ്പ് ട്രെയിനിങ് ആണ്. ബാക്കി എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ള അതിൽ അറിയിക്കും. കാരണം ഇപ്പോൾ റെഗുലർ പോകുന്നുണ്ട്, ഇത് ഇടയ്ക്ക് വെച്ച് എപ്പോൾ ആണെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പോകുന്നുണ്ട്. ഇടയ്ക്ക് വെച്ചൊക്കെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. ഇടയ്ക്ക് വെച്ച് പങ്കെടുത്താലും അവർക്ക് വേണ്ടി മാത്രം നമ്മൾ ലൈവ് ഗോൾ സെറ്റിംഗ് വേറൊരു ബാച്ച് അങ്ങനത്തെ ഒരു പ്ലാൻഡ് ആയിട്ട് പോകണം. ഇതിൽ എനിക്കൊരു അസിസ്റ്റൻറ്റ് ട്രെയിനർ ലേഡി ഉണ്ട്, പിന്നെ ബാലാജി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. 25 വർഷം മുമ്പേ ഈ സുഹൃത്തിന് എൻ്റെ എല്ലാ കാര്യം കണ്ടിട്ടുള്ളതാണ്. നാട് വിട്ടുപോയ കഥയും കടക്കണിയും എല്ലാം ഈ ബാലാജി എന്ന് പറഞ്ഞ സുഹൃത്തിനെ അറിയാം. അതുകൊണ്ട് ആ സുഹൃത്തിന് ഇന്ന് അത്ഭുതമാണ്. എൻ്റെ അമ്മക്ക് ഞാൻ അത്ഭുത പുരുഷനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ മോഹൻ എന്തോ ദിവ്യശിശുവായിട്ടോ തോന്നുന്നത് അറിയോ. എല്ലാവരും വിചാരിച്ചത് ഇവൻ പോകും, തീർന്നു പോകുന്നതാണ്. കാരണം അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ മൈൻഡിൽ നിന്ന് ഔട്ടായിരുന്നു ഞാൻ. അവിടെ നിന്ന് വരുമ്പോൾ ഇവനെന്തോ ദിവ്യത്വമാണെന്ന്. ഒരു ദിവ്യത്വമില്ല. ഞാൻ പറയണത് ഞാൻ ശരിക്കും മണ്ടനോണോ പൊട്ടനാണോ ഒരു വിവരമില്ലാത്ത ആളാണ്. ശരി വിവരമില്ലെന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എവിടെ കൊണ്ടെത്തിച്ച് ആത്മഹത്യയുടെ വക്കിലേക്ക്. പക്ഷെ നമ്മളുടെ അകത്തിരിക്കണ പവർ, ആ പവർ നമ്മളുടെ അല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫിസിക്കൽ ബോഡിനെ, അതിനാണ് ഈ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മളുടെ അകത്തുള്ള പവർ നമുക്ക് അവകാശപ്പെടണം. അത് യൂണിവേഴ്സിൻ്റെയാണ്. ആ പവറിനെ ജഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടല്ല നമ്മളില്ലാണ്ടാവും. എല്ലാ മനുഷ്യരിലും നന്മകളുള്ള മൈൻഡ് വരും. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു നിയോഗമുണ്ട്. ഇപ്പം മാഡം പല ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യണില്ലേ, മാഡം ഒരു അധ്യാപിക, കുട്ടികൾക്ക് നന്മ, മാഡത്തിൻ്റെ പ്രസൻസ് തന്നെ പോസിറ്റീവാണ്. മാഡം പല ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അത് അവിടെ എല്ലാം ഒരു സർവീസാണ് ഇവിടെ നടക്കണം ഇല്ലേ. അപ്പോൾ ആ സർവീസ് അതുപോലെയുള്ള ഓരോരുത്തർക്കും ഓരോ നിയോഗമുണ്ട്. അത് റൈറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ. സാറ് പറഞ്ഞ അതേ കാര്യത്തിൽ തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അതായത് ഇപ്പം സാറ് പറഞ്ഞ പോലെ എനിക്കും ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യമോ വലിയ നോളജോ അല്ലെങ്കിൽ വലിയ അത്ഭുത സിദ്ധിയോ ഒന്നുമില്ല. പക്ഷേ ഇത് പ്രപഞ്ചമായിട്ട് തന്നെ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളതും ഒക്കെ നമ്മളാരെയും അങ്ങോട്ട് പോയി പിടിച്ച് വലിച്ചുകൊണ്ട് വന്നൊന്നുമല്ല, എല്ലാം പ്രപഞ്ചമായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവിലൊന്നും ഞാൻ ഒരു തരി പോലും വിശ്വസിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. ഞാനും അല്ല, എൻ്റെ ഇല്ല, അത് നമുക്ക് ഇടപഴകുമ്പോൾ മനസ്സിലാവും. അലക്സാർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ അന്ന് കഴിഞ്ഞ ഇത് വന്നപ്പോൾ അലക്സാറിൻ്റെ പാട്ട് കേട്ടപ്പോൾ അലക്സാർ ഇത്രയും സിനിമയിൽ പാടിയിട്ടുള്ള ആളാണെന്ന് കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരാൾ നമ്മളോട് ഡീൽ ചെയ്യണം നോക്കി. അതാണ് യൂണിവേഴ്സിൻ്റെ എനർജി ഉണ്ടെങ്കിൽ, യൂണിവേഴ്സിൻ്റെ എനർജി ട്രാക്കിലായ ആൾക്കാർക്ക് അങ്ങനെ ഇടപെടാൻ പറ്റുള്ളൂ. അതായത് അവനവൻ്റെ കഴിവിലും ക്വാളിറ്റിയും എന്താണെന്ന് നമ്മളെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതൊന്നും അല്ലാത്ത പോലെ ഇടപെടുന്ന ഒരാൾ. എനിക്ക് അത്ഭുതം തോന്നി. അലക്സാറിനെ പറ്റി ഞാൻ പലയിടത്തും പേഴ്സണലിയൊക്കെ പറയാറുണ്ട്. കാരണം എന്താണ്, എനിക്ക് അട്രാക്ട് ചെയ്താൽ. കാരണം ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും കഴിവുള്ള ഒരാൾ, അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരാൾ. ശരിക്കും അതാണ് ശരിക്കും യൂണിവേഴ്സിൻ്റെ സിസ്റ്റം. അതാണ് നമ്മുടെ ആ കഴിവും പുറമെയുള്ളതൊക്കെ പോയിട്ട് നമ്മളൊന്നുമില്ലാത്ത ഒരു സാധാരണ ആളായിട്ട് ചെയ്യും. നമ്മളെന്തോ നിയോഗിച്ച് വിട്ടിരിക്കുന്നു, നമ്മളങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ ഇത് ഇല്ലാണ്ടായി പോകാം, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം. പക്ഷേ ഉള്ളിടത്തോളം കാലം നന്നായിട്ട് കൊണ്ടുപോവുക. നമ്മൾ എന്താ പറയുക, ഒരു പുതിയൊരു വിദ്യാർത്ഥി അല്ലെങ്കിൽ പുതിയൊരു അറിവ് നേടുന്ന ഒരാളെ പോലെയാണ് ഞാനിന്നും ഓരോരുത്തരുടെ മുമ്പിലും കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സാറ് സംസാരിക്കുമ്പോഴും ഒക്കെ ഞാനത് തിരിച്ചറിയണം. ഓരോ വാക്കുകളിലും ഞാനും അത് ആ ഒരു ലെവലിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സാറ് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാഠം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അല്ല, മറ്റൊരാൾ അനുഭവിച്ച് പഠിക്കുന്നതിനേക്കാളും നമ്മുടെ അനുഭവങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരനുഭവിക്കാതെ രക്ഷപ്പെടട്ടെ. തീർച്ചയായിട്ടും. അതാണ് മാഡം പറയുന്നത് റൈറ്റാണ്. എന്താ അറിയാം, ഇന്ന് ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൾ സംസാരിക്കാനുണ്ട്, അയാളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഞാൻ പോയ പോലെയുള്ള അബദ്ധത്തിലേക്ക് പോകാണ്ട് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാരണം എൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ഞാൻ തീരെ സാധാരണ ലോക്കലായിട്ടുള്ള ഒരാളാണെന്ന് സംസാരം കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ആൾക്കാർ. ഞാൻ പറയാനും എനിക്കത്ര വലിയ അറിവുകളോ വലിയ ബിരുദമോ വലിയ ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഭയങ്കരമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ചിന്തിക്കണം ഇങ്ങനെയാണ്, ഇതൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യനല്ലേ കണ്ടുപിടിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ ബുക്കാക്കണതും ഇതൊക്കെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്ന, കൊച്ചിയിൽ ഒരു വരാപ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിക്കണം, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് സംസാരിക്കണം. കാരണം അല്ലാത്തതൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യമാണ്. അറിവുകളാണ്, കുറേ അറിവുകൾ നമുക്ക് ബുക്ക് വായിച്ചൊക്കെ കിട്ടും. പക്ഷേ ആ അറിവുകൾ ഒരിക്കലും എൻ്റെ അനുഭവമല്ല.
എനിക്ക് അതിന് എൻ്റെ അനുഭവം അറിയുള്ളൂ പറയാൻ. ഞാനായത് ഇങ്ങനെയാണ്. അപ്പം ഞാൻ ആ അനുഭവം വെച്ചിട്ട് ഞാനിപ്പോൾ പറയില്ലേ, എത്രയോ കഴിവുള്ളവരാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ഇല്ലേ. അപ്പോൾ അവരുടെ ഒരു കഴിവ് വെച്ചിട്ടാണെങ്കിൽ ഇതും കൂടി ഈ അനുഭവമൊക്കെ അവർ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് എത്രയോ എന്നിൽ എത്രയും നല്ല ഇതാകാൻ പറ്റും. എനിക്കൊരു കഴിവില്ലാത്ത ആളാണ്. ഞാൻ പറയില്ല 10ാം ക്ലാസ് ഫീൽഡാണ്, ഒന്നിലും ഇതില്ല. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് പലരും PhD എടുക്കാനുള്ള സപ്പോർട്ട് ചെയ്യുക, വേണമെങ്കിൽ ലക്ഷങ്ങൾ ഞങ്ങൾ മുടക്കാം, എന്നിട്ട് ട്രെയിനിങ് സെൻറ്ററിൽ സഹകരിച്ചാൽ മതി. ട്രെയിനിങ് സെൻറ്റർ അവരിടും അല്ലേ. അപ്പോൾ ഞാൻ മാസം ക്ലാസ് എടുത്താൽ മതി, ലാഭം പപ്പാതിയാക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കച്ചവടമാക്കണ പരിപാടിയാണ്. എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനത്തെ മൈൻഡില്ല. കാരണം എന്താണെന്ന് പറയുക, ഇൻഡിവിജ്വൽ ട്രെയിനിങ് എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ കാര്യം ഒരാൾക്ക് വേണ്ടിയിട്ട് അത്ര സമയം സ്പെൻഡ് ചെയ്യണോണ്ടാണ് അത്. അപ്പോഴും എന്തെങ്കിലും കൺസൾട്ടൊക്കെ അപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലാണ്ട് ഞാൻ ഗ്രൂപ്പ് ട്രെയിനിങ് എന്തെങ്കിലും ചെയ്യണം. ഇപ്പോൾ വേറെ ട്രെയിനേഴ്സിന് ഇതായിട്ട് പറഞ്ഞില്ല. ഗ്രൂപ്പ് ട്രെയിനിങ് ഇങ്ങനെ ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ബിസിനസ് മൈൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. എനിക്ക് അങ്ങനെ കാശുണ്ടാക്കണം മൈൻഡല്ല. ഞാൻ കാശുണ്ടാക്കാൻ കുറേ ശ്രമിച്ചാണല്ല, കോടികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്താ ഞാൻ ജീവിതത്തിൽ പഠിച്ചത്. അപ്പം നമ്മൾ ചെയ്യുന്ന സർവീസ് ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ആത്മാർത്ഥമായിട്ട് എന്ത് സർവീസ് ചെയ്താലും, ഇപ്പം മാഡം ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മാഡം ചോദിക്കുന്ന ഓരോ ചോദ്യവും അല്ലെങ്കിൽ സാറ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സാറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ എല്ലാം സിൻസിയറാണ്, സ്ട്രൈറ്റ് ഫോർവേഡ് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു ബിസിനസ് മൈൻഡിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് മൈൻഡിൽ എല്ലാ ഓരോ ആൾക്കാരും ഡീൽ ചെയ്യണം, മാഡം ഒക്കെ ആണെങ്കിലും അതാണ് കറക്റ്റ്. അപ്പോൾ അവിടെ അങ്ങനെ പക്കയായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ഒരാൾ അയാളുടെ പ്രവൃത്തി ചെയ്യണമെങ്കിൽ അയാൾക്ക് പണം ആവശ്യത്തിന് വന്നോളും. ആ സിസ്റ്റമാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് എൻ്റെ മൈൻഡിൽ ഞാൻ അനുഭവിച്ച കാര്യമുണ്ട്. അല്ലാണ്ട് ഞാൻ ചിന്തിക്കണം ഗ്രൂപ്പ് ട്രെയിനിങ് ആണ്, അപ്പോൾ ഇത്ര രൂപ വെച്ച് മാസം എടുക്കണം, ഇങ്ങനെയാണ്. ഞാനത് കണക്കാക്കില്ല. കാരണം അനേകം ആൾക്കാരുണ്ട്, ഞാൻ അനുഭവിച്ച അനുഭവം ആൾക്കാർക്കും ഇതെത്തട്ടെ. ഇന്ന് ഞാൻ മരിച്ചു വെച്ചെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആത്മഹത്യ ചെയ്ത് ആദ്യം തിരുവനന്തപുരത്ത് ഫാനിലത്ത് പോകാൻ പോയി, വിഷം കഴിക്കാൻ പോയി, അപ്പം തീർന്നേ പോയില്ല. അപ്പോൾ ഇന്ന് എനിക്ക് എന്ത് പറയാനുണ്ട്? ഇപ്പോൾ ട്രെയിനറാണ് ഇപ്പോൾ ഞാൻ ഇതായിട്ട് പറയില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവർ ഭയങ്കര ഇത് കാണിക്കുക, അത് എക്സൈറ്റഡ് ആയിട്ട് കാണിക്കണം. നമ്മളുടെ ഇതൊക്കെ കേട്ടിട്ട് എക്സ്പീരിയൻസ് വരും. ഇപ്പോൾ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ